1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതിനു മുമ്പേ ഉള്ള കുറച്ചധികം ചരിത്ര സംഭവങ്ങളുണ്ട്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ഈ മാപ്പിൽ കുറച്ച് വരകൾ വരച്ച് 2-3 രാജ്യങ്ങൾ ഉണ്ടാക്കിയായിരുന്നു. സോറി, 2-3 അല്ല, 2 രാജ്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അത് 3 രാജ്യമായി. അതിൻ്റെ പിന്നിൽ നടന്ന കുറച്ച് സംഭവങ്ങൾ ഈ സിനിമയായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഇവിടെ വളരെ വലിയ രീതിയിൽ ഫൈറ്റ് ചെയ്ത ഒരു സംഘടനയായിരുന്നു കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ ഒരുപാട് ലീഡേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ അതേ സമയത്ത് നിന്ന മറ്റൊരു സംഘടനയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയും മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടും നിന്ന ഒരു സംഘടനയാണത്. എന്നാൽ ആദ്യം മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്നും അത് ഉറപ്പാക്കണമെന്നും ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് ഒടുവിൽ മറ്റൊരു രാജ്യം എന്നുള്ള ലെവലിലേക്ക് അവരെത്തി. അതിനെ പെട്ടെന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഇവിടുത്തെ കോൺഗ്രസും മറ്റ് പല ആളുകൾക്കും അത് അംഗീകരിക്കേണ്ടിയും വന്നു. മനസ്സില്ലാ മനസ്സോടി ആയിരിക്കാം അംഗീകരിച്ച കാര്യം. മഹാത്മാഗാന്ധിയും കോൺഗ്രസിൻ്റെ പല ലീഡേഴ്സും പാർട്ടീഷനെ, അതും മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പാർട്ടീഷനെ വളരെ ശക്തമായിട്ട് എതിർത്തിരുന്നു.